ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ ചെമ്മീൻ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ചെമ്മീൻ എന്ന് പറയാം, ചില സ്ഥലങ്ങളിൽ കൊഞ്ച് അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ അത് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. 1 കിലോക്ക് 450 രൂപയാണ്. അപ്പോൾ ഞാൻ അര കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മസാല പിടിപ്പിച്ചിട്ടുണ്ട്. മസാല കുറച്ച് നാരങ്ങ നീര്, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് മീറ്റ് മസാല, പിന്നെ നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് കോൺഫ്ലോർ കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു, അതിൽ തന്നെ നമ്മളുടെ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഫുഡ് കഴിക്കും കേട്ടോ. നമ്മൾ റോസ്റ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലൊക്കെ അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ ചില സമയങ്ങളിൽ മേടിക്കുള്ളൂ. പിന്നെ എപ്പോഴും ചെറു മീനല്ലേ നമുക്ക് ഏറ്റവും നല്ലത്, അതും മേടിക്കും. പിന്നെ ചില സമയങ്ങളിൽ അവർ ഇഷ്ടങ്ങൾ പറയുമ്പോഴും മേടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ ചെമ്മീനാണ് മേടിച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ 2 വശം വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇതിലേക്കുള്ള ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്ക്വയർ ടൈപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് തക്കാളി, പച്ചമുളക്, അതുപോലെ നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്യാപ്സിക്കം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിൽ വലിയ ഉള്ളി സ്ക്വയറിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഒരു ഉള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് രാത്രിക്കത്തെ ഫുഡാണ്. അപ്പോൾ രാവിലെ ഒന്നായിട്ടൊക്കെ നമ്മൾ കൂട്ടാൻ വെക്കുകയാണെങ്കിൽ കുറച്ചധികം ഉള്ളിയൊക്കെ എടുക്കും. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് പിന്നെ നമ്മൾ പിറ്റേ ദിവസം യൂസ് ചെയ്യൂലല്ലോ. അപ്പോൾ ഞാനൊരു ഉള്ളി മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ചെമ്മീൻ അതിനകത്ത് ഉണ്ട്. നമുക്ക് നാളെ മോൾക്ക് സ്കൂൾക്ക് കൊടുത്ത് വിടാൻ വിചാരിച്ചു. ചെമ്മീൻ ഫ്രൈ ചെയ്ത ചട്ടിയിൽ തന്നെ നമ്മളുടെ വലിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സ്ക്വയറിലായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നോർമൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ അതിനകത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഞാൻ കറിവേപ്പില വീട്ടിൽ തന്നെ ഉണ്ട്. അത് അവിടുന്ന് പൊട്ടിച്ചു കൊടുന്ന് അങ്ങനെ കഴുകിയിട്ട് എടുത്താണ് കേട്ടോ. കമ്പൊന്നും അഴിച്ചെടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെല്ലാവരും ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നവർ തന്നെയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്നൊരു മെത്തേഡ് നിങ്ങളെയും കൂടി കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മളുടെ തക്കാളി ഇട്ട് കൊടുത്തിട്ട് തക്കാളിയും അതുപോലെ നമ്മളുടെ വലിയ ഉള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൈം ഞാൻ ഒരു 5 മിനിറ്റൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയ ജീരകം അരച്ച് വെച്ച പേസ്റ്റ് കയ്യിലുണ്ടായിരുന്നു, അതും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മെൽറ്റ് ആവാനുണ്ട് കേട്ടോ. നമ്മൾ വഴറ്റിയെടുക്കുക പറയുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാണ്ട് തക്കാളിയും വലിയ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ വീണ്ടും. അപ്പോൾ നമ്മളുടെ തക്കാളി വലിയ ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ കുത്തി എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ അതിന് വേറെ നന്നായിട്ട് നമ്മൾ നല്ല വഴറ്റിയെടുക്കുമ്പോൾ അതിന് വേറെ ടേസ്റ്റാണല്ലേ. അപ്പോൾ അതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ ഉള്ളൂ ചെമ്മീൻ റോസ്റ്റിനൊക്കെ നല്ല രുചി ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ചട്ടിയിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ മീറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റിന് നല്ലൊരു ചുവന്ന കളർ കിട്ടും കേട്ടോ, ഒരു റെഡിഷ് കളർ കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് അത് അങ്ങനെ കളറിലൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് കഴിക്കാൻ ഇഷ്ടമായിരിക്കും. അങ്ങനെയൊന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ മസാല നന്നായിട്ട് തന്നെ വഴണ്ടി വന്ന് പൊടികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതും കൂടെ ഒന്ന് കുറച്ച് ടൈം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക്
ലാസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കുമ്പോൾ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ 1/2 കിലോ ചെമ്മീൻ മേടിച്ചാൽ ആകെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഉള്ള ചെമ്മീൻ ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെമ്മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മോൾക്ക് ഫ്രൈ ചെയ്തത് വേണമെന്ന് പറഞ്ഞപ്പോൾ, എനിക്കിങ്ങനെ റോസ്റ്റ് ചെയ്തത് വേണ്ട, ഫ്രൈ ചെയ്തത് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൾക്കുള്ള കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും മോനുള്ളൂ, ഞങ്ങൾക്ക് തന്നെ ധാരാളം. പിന്നെ നമുക്ക് പയറുപ്പേരി ഉണ്ടായിരുന്നു രാത്രി. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇതും കൂടെ കൂട്ടാനാക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മളുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റായിട്ട് ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.